സ്കൂൾ കായികമേളയുടെ പുരയുടെ ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി. ഞാൻ നിൽക്കുന്ന ഈ കലവറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കുട്ടികളിൽ നിന്ന് ശേഖരിച്ച വിഭവങ്ങളാണ് ഇത് ഉള്ളത്. ഒരു കൊടുക്കൽ വാങ്ങലിന്റെ ഒരു സ്നേഹത്തിന്റെയും കൂടി ഒരു കാര്യമായിട്ടുള്ളത്. അതെ, തീർച്ചയായും. കാരണം ഇതൊരു വലിയൊരു മാമാങ്കമായിട്ടാണ്, ഒളിമ്പിക്സ് മാതൃകയിലാണ് നമ്മളിത് വിഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്നുള്ള ഒരു ആപ്തവാക്യം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുട്ടികളിൽ നിന്നും ഈ വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. നമ്മൾ കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിന് സ്വീകരിച്ചതുപോലെ വ്യാപകമായ അല്ലെങ്കിൽ വിപുലമായ ഒരു ശേഖരണമൊന്നും നമ്മൾ ഇത്തവണ നടത്തിയിട്ടില്ല. 25 ഐറ്റങ്ങൾ ഞങ്ങൾ നിജപ്പെടുത്തിയിരുന്നു. ആ 25 ഐറ്റങ്ങളാണ് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും സ്കൂളുകാർ BRCകൾ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ ഏൽപ്പിക്കുകയും BRCകൾ അത് രാവിലെ ഇവിടെ കൊണ്ടുവന്നു. നമ്മുടെ ഭക്ഷ്യ സിവിൽ വകുപ്പ് മന്ത്രി GR അനിൽ സാർ അത് ഏറ്റുവാങ്ങി. നമുക്ക് കുറച്ച് മുമ്പ് നമ്മുടെ പാലുകാച്ചൽ ചടങ്ങ് നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാർ നിർവഹിച്ചു കഴിഞ്ഞു. ഈ കലവറ നിറയ്ക്കൽ അതിന്റെ ചടങ്ങ് DG ഉമേഷ് ബാബു സാറും നിർവഹിച്ചു കഴിഞ്ഞു. നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? നിങ്ങൾ എങ്ങനെയാണ് ഈ പരിപാടിയുടെ ഭാഗമായത്? ജില്ലയിൽ ഒരു കായികമേള വരികയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം? തീർച്ചയായും വളരെ സന്തോഷമാണ്. KST എന്ന് പറയുന്ന അധ്യാപക പ്രസ്ഥാനമാണ് ഈ ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. 14 സബ് കമ്മിറ്റികളായി തിരിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ കലവറ എന്നുള്ള കമ്മിറ്റിയാണ് ഞാൻ ചുമതല വഹിക്കുന്നത്. എൻ്റെ പേര് BD ബീന എന്നാണ്. ഞാൻ പൊഴിയൂർ ഗവൺമെന്റ് UPSലെ HM ആണ്. തിരുവനന്തപുരം ജില്ലയുടെ KSTയുടെ ഭാരവാഹിയാണ്. ഈ പുത്തരിക്കണ്ടം മാത്രമല്ല, മറ്റ് 3 വേദികൾ കൂടിയുണ്ട്. അവിടെയൊക്കെ നിങ്ങളെ സംഘടനയുടെ അല്ലെങ്കിൽ സംവിധാനത്തിന്റെ ഭാഗമാണ്? തീർച്ചയായും. ഫുഡ് മുഴുവൻ ഞങ്ങളുടെ സംവിധാനത്തിന്റെ ഭാഗമാണ്. KST എന്നുള്ള സംഘടന തന്നെയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് ഒരു 3 കിച്ചണിൽ ഇവിടെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ബാക്കി 4 ഇടങ്ങളിൽ അവിടെ സ്വയം അടുക്കള പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സെറ്റാണ്? 100%. അതെ, തലസ്ഥാന നഗരി എല്ലാ അർത്ഥത്തിലും സെറ്റാണ്. ഇന്ന് വൈകുന്നേരം 7:30 കൂടി കുട്ടികളുടെ ആദ്യ ബാച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. മന്ത്രി V ശിവൻകുട്ടി തന്നെയാണ് അവരെ സ്വീകരിക്കുക. ആ അർത്ഥത്തിൽ തലസ്ഥാന നഗരി ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. അവർക്കുള്ള പാചകവും ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ബിജു മടവൂരിനൊപ്പം സഫ്വാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.